ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ആദരവോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ആദരവുള്ള ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കരുനാഗപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നും എഴുതുന്ന കത്താണിത്. എൻ്റെ പഴയ വീട് പൊളിച്ചു മാറ്റി പുതിയ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ചൊരു പ്ലാൻ വരച്ചിട്ടുണ്ട്. എൻ്റെ പ്ലാനിലോ വസ്തുവിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ദയവായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ബക്രീദാണ്. എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ഇന്നത്തെ കത്തിലേക്ക് നോക്കാം. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിന് ശരിക്കും ഒരു അതിരുമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരുടെ പ്ലോട്ട് ഒരു എൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. കാരണം എൽ ഷേപ്പിലായതുകൊണ്ട് ആ ഒരു കട്ടിങ് വരുന്ന പോർഷൻ നിൽക്കുന്നത് വേറൊരു പ്ലോട്ടാണ്. അപ്പോൾ അത് ഞങ്ങളുടെ കണക്കിൽ പറയുമ്പോൾ ഇത് ശരിക്കും ഒരു അതിരുമുട്ടെന്നാണ് ഞങ്ങൾ ഇതിനകത്ത് പറയുക. അപ്പം ഇപ്പോൾ ഇവർ നിലവിൽ വെക്കുന്ന ഈ ഒരു വീട് ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ അതിരുമുട്ടിനകത്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിരുമുട്ട് കഴിഞ്ഞ ശേഷം വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇവർ വരച്ചിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് ഈ ഒരു അതിരുമുട്ടിൻ്റെ അകത്തൂടെ തന്നെ നമുക്കിത് വെക്കുവാൻ സാധിക്കുള്ളൂ. കാരണം സ്പേസ് കുറവാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ ഇപ്പം പഴയ ആ ഒരു അതിരുമുട്ട് നിൽക്കുന്ന ഭാഗത്ത് തന്നെ മതിൽ കംപ്ലീറ്റ് കെട്ടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിരുമുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. കാരണം മുട്ടതിര് വരുന്നത് നമുക്ക് ദോഷമാണ്. അപ്പം മുട്ടതിര് ഇവർക്ക് വരാതിരിക്കാനായിട്ട് ആ മുട്ടതിര് വരുന്ന ഭാഗത്ത് അതേ അളവിൽ തന്നെ മതിൽ കെട്ടി കണ്ടിന്യൂ ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഇതിൻ്റെ ഗേറ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താക്കണം. അതുപോലെ പഴയ വീട് തറ ഉൾപ്പെടെ, അതായത് തറയിൽ നേരത്തെ കല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കല്ലുകൾ കംപ്ലീറ്റ് ഇളക്കി മാറ്റിയ ശേഷം ഇവർ വേണം പുതിയ വീട് പ്ലാൻ ചെയ്യുവാനായിട്ട്. അതുപോലെ ചുറ്റളവ് 78 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കണം, എങ്കിലേ അത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് മാറത്തുള്ളൂ. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ കാർ പോർച്ച് മാറ്റി സെൻട്രലാക്കണം. കാരണം കിഴക്കുടക്ക് ഭാഗത്തായിട്ട് കാർ പോർച്ച് വരുന്നുണ്ട്. കാരണം കിഴക്കുടക്ക് ഭാഗത്ത് കാർ പോർച്ച് വരുമ്പോൾ നമ്മുടെ കിഴക്കുടക്ക് കോർണർ മിസ്സിങ് ആയിട്ട് വരും. അത് തന്നെയല്ല, നമുക്ക് ആ ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് പൂജാമുറി പ്ലാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനമുറി പ്ലാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കിച്ചൺ പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്കവിടെ ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കാർ പോർച്ച് വരുമ്പം. കാരണം നിങ്ങളുടെ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ കാർ പോർച്ചാണെന്ന് പറയേണ്ടി വരും. കാരണം നമുക്കവിടെ ഒരു നമ്മുടെ കിച്ചണോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമോ അല്ലെങ്കിൽ ഒരു പഠനമുറിയോ അല്ലെങ്കിൽ ഒരു പ്രെയർ റൂമോ വരുവാണെങ്കിൽ അത് കൂടുതൽ ഐശ്വര്യമാണ്. അപ്പം ഇപ്പോഴത്തെ ഇവരുടെ നിലവിലുള്ള ഈ ഒരു കാർ പോർച്ച് വീടിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. ഈസ്റ്റിൻ്റെ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ ഞാൻ പറയുമ്പോൾ അതിന് ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കരുത്, 2 തൂണ് മാത്രമേ കൊടുക്കാവൂ. ഷെയ്ഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഇതിൻ്റെ ബ്രഹ്മസൂത്രം ഓപ്പൺ ആക്കണം. കാരണം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്ന രേഖയാണ്. കാരണം ആ ഒരു ഭാഗത്ത് ജനലോ വാതിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് കിടക്കും. കാരണം അവിടെ കെട്ടി അടച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രം കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ശ്വാസമുട്ടൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ദോഷമുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ തെക്ക് കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്ന സ്ഥലമായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കടബാധ്യതകൾ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇപ്പം നിലവിൽ ഇവർ വീട് വെക്കുന്ന സമയത്ത് ഈ നീണ്ടിരിക്കുന്ന ഭാഗം കൂടി സ്ക്വയർ ചെയ്ത് പോവുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. കാരണം വെച്ചാൽ നമുക്ക് എപ്പോൾ വീട് വെച്ചാലും നമുക്കൊരു ചതുരമായിരിക്കും, സമയത്തരായിരിക്കും. അതിന് 4 മൂലകൾ മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോൾ അതിനപ്പുറമുള്ള മൂലകൾ വന്നു കഴിയുമ്പം ആ വീട്ടിൽ ഓരോരോ വിഷയങ്ങൾ വന്ന് കയറിക്കൊണ്ടേയിരിക്കും. അതുപോലെ ചില വസ്തുക്കൾ ചില സ്ഥലങ്ങളിലേക്ക് ഒരു ഏങ്കോണിപ്പുകൾ ഉണ്ടാകും. അപ്പോൾ ഏത് ദിക്കിലേക്കുള്ള ഏങ്കോണിപ്പാണോ അതനുസരിച്ചുള്ള ദോഷഫലങ്ങളായിരിക്കും അവരെ ബാധിക്കുക. അപ്പം നമ്മൾ അത് വീട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭൂമിക്കടിയിൽ കൂടി കെട്ടി ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്ക്വയർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടാം. ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ജാതകം എടുക്കുന്ന സമയത്ത് ഇവർക്ക് ശനിദശയിൽ രാഹുവിൻ്റെ അപകാരം നടക്കുന്ന സമയമാണ്. ശരിക്കും നല്ല സമയമോശം ഉള്ള ടൈമാണ് ഇപ്പം. അതിന് ഏതെങ്കിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള അമ്പലത്തിലോ പോയിട്ട് നവഗ്രഹ പൂജയും ഗണപതി ഹോമം ചെയ്ത് പോവുക. പക്ഷേ വീട് പണി ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഇവർ കറക്റ്റ് ചെയ്ത ശേഷം വേണം വീട് പണി തുടങ്ങുവാനായിട്ട്. വസ്തുവിന് ദോഷമായിട്ട് കാണുന്നുണ്ട്, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിക്കുകയും കൂടെ വേണം. നമ്മൾ ചില വീടുകളിൽ ചില മുറികൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുക, പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റുകളും ഒക്കെ. അപ്പം ഇത്തരത്തിൽ മുറികളും ടോയ്ലറ്റും ഒക്കെ ഉപയോഗിക്കാതെ അടഞ്ഞു കിടന്നാൽ ഒരു വീട്ടിൽ, എന്നാൽ മറ്റു റൂമുകൾ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വാസ്തുവിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ?
ഇപ്പം പല വീടുകളിലും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ആ വീട് ചിലപ്പോൾ കൊച്ചുകുട്ടികൾ വേണ്ടെന്നിരിക്കാം. അപ്പോൾ അവരെപ്പോഴും ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യും. ഒരിക്കലും ഈ ഡോറ് പലപ്പോഴും അടയ്ക്കില്ല, പലപ്പോഴും തുറന്ന് കിടക്കാറേ ഉള്ളൂ, ഡോർ അടയ്ക്കത്തില്ല. അപ്പോൾ ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ കുളിക്കുമ്പോഴും നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് എപ്പോഴും നെഗറ്റീവ് ഊർജ്ജമായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ ഇവർക്ക് ഡോർ ക്ലോസർ കൊടുക്കാം, ആര് തുറന്നാലും തന്നെ ഓട്ടോമാറ്റിക്കലി അടയും. ഡോർ ക്ലോസർ കൊടുത്താലും നമ്മളിത് തുറക്കുന്ന സമയത്ത് ചില നെഗറ്റീവ് ഊർജ്ജം ചാടുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ഇതിനകത്ത് കല്ലുപ്പ് വെക്കാനായിട്ട് പറയുന്നത്. കാരണം ശരിക്കും നല്ല വാവട്ടമുള്ള ഒരു പ്ലാസ്റ്റിക് ബൗളിൽ നമ്മൾ കല്ലുപ്പ് നല്ലപോലെ ഫില്ല് ചെയ്തിട്ട് ടോയ്ലറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചിലപ്പോൾ ഒരു 10 ദിവസവും 15 ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് അലിയുക. പിന്നെ നല്ല നെഗറ്റീവ് ഊർജ്ജമൊക്കെ ആണെങ്കിൽ ചിലപ്പം നേരത്തെ അലിഞ്ഞെന്നിരിക്കുക. അലിയുവാണെങ്കിൽ തന്നെ അത് തിരിച്ച് റീഫ്രഷ് ചെയ്തിട്ട് വീണ്ടും അതേപോലെ വെക്കുക. അപ്പോൾ ഈ ബെഡ്റൂമിൽ കുറച്ചുകൂടി ഒരു പോസിറ്റീവ്നെസ് അവർക്ക് ഫീൽ ചെയ്യും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ജനലും വാതിലും തുറന്നിട്ടിട്ട് വീട് നമ്മളെ എനർജൈസ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. ഈ പറഞ്ഞ പോലെ കുന്തിരിക്കാൻ പോയിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തറ തുടയ്ക്കുകയോ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി ഊർജ്ജം നമുക്ക് സാധിക്കാം, എനർജി കിട്ടാൻ പറ്റും. അതുപോലെ ചില ടോയ്ലറ്റ് വരുന്നത് വാഷ് ബേസിൻ്റെ നേരെ അടുത്ത് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിന് അടുത്തായിരിക്കും. എപ്പോൾ ഈ ഡോർ തുറന്നാൽ അതിനകത്തുള്ള നെഗറ്റീവ് ഊർജ്ജം ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തേക്കായിരിക്കും ചാടുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഈ കല്ലുപ്പിൻ്റെ ഗുണം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ബൗളിലാക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ കുറേ നെഗറ്റീവ് ഊർജ്ജങ്ങളെ അതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ വീട് പ്ലാൻ ചെയ്യുമ്പോഴാണെങ്കിലും ടോയ്ലറ്റ് നമ്മൾ അറ്റാച്ച്ഡ് ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ഊർജ്ജങ്ങളെ നമ്മൾ പുറത്തള്ളാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വീട് ശുദ്ധീകരിക്കുകയോ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം